പ്രിയരെ നമസ്കാരം. ഇന്നത്തെ കാഴ്ചയിൽ ഒരു ചൂതാട്ട കളിയെപ്പറ്റി പറയാം. കിലുക്കി കുത്തുകളി. ചെറുതും വലുതുമായ ഏത് ചൂതാട്ടങ്ങളും നിയമവിരുദ്ധമാണ്. എന്നാൽ പണ്ടുകാലം മുതൽ ഉത്സവപ്പറമ്പുകളുടെ ഹരമായി മാറാറുള്ള ഈ കളി അന്നും ഇന്നും പണം വാരുന്ന കളിക്കളമാണ്. ചീട്ടുകളിയിൽ ഡയസ്, സ്പെയ്ഡ്, ക്ലബ്ബ്, ഹേർട്ട്, പിന്നെ പൂവ്, ചന്ദ്രക്കല എന്നിവ ഒരു കളത്തിൽ വരച്ചു വെക്കും. നാട്ടുഭാഷയിൽ ചീട്ടുകളി കാർഡുകൾക്ക് ഡയമണ്ട്, ഇസ്പേഡ്, ക്ലാവർ, ആടുതൽ എന്നിങ്ങനെയും പേരുകൾ പറയും. 3 സമചതുരക്കട്ടകളുടെ 6 വശങ്ങളിലും ഈ ചിഹ്നം ഒരു ഡപ്പയിൽ ഈ കട്ടകളിട്ട് കുലുക്കി ആ ഡപ്പ കളത്തിൽ മറിച്ചു കുത്തും. കളത്തിൽ വരച്ചിട്ടുള്ള ചിഹ്നങ്ങളിൽ കളിയിൽ പങ്കെടുക്കുന്നവർ പൈസ വയ്ക്കും. ഡപ്പ ഉയർത്തി മാറ്റുമ്പോൾ കട്ടകളിൽ കാണുന്ന ചിത്രങ്ങളിൽ പൈസ വച്ചിട്ടുള്ളവർക്ക് ഇരട്ടി പൈസ കിട്ടും. 1 വച്ചാൽ 2, 2 വച്ചാൽ 4, 5 വച്ചാൽ 10 എന്നിങ്ങനെ. ഇതാണ് കിലുക്കി കുത്തുകളിയുടെ പൊതു രീതി. എക്കാലവും അന്നും ഇന്നും ഉത്സവപ്പറമ്പുകളിൽ എത്തുന്ന യുവാക്കൾക്ക് ഒരു ഹരമാണ് കിലുക്കി കുത്തുകളി. പണ്ടൊക്കെ ഉത്സവം കൂടാൻ ഉത്സവപ്പറമ്പുകളിൽ എത്തുമ്പോൾ കിലുക്കിക്കുത്ത് എവിടെയാണെന്ന് നോക്കി നടക്കും. പലർക്കും ഉത്സവം കൂടുവാനുള്ള പൈസ കിലുക്കിക്കുത്തിൽ നിന്നും ഉണ്ടാക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഉത്സവം കൂടാൻ വീട്ടിൽ നിന്ന് കിട്ടിയിരുന്ന തുച്ഛമായ പൈസ കൊണ്ട് ഞാനും ധാരാളം കിലുക്കിക്കുത്ത് കളി കളിച്ചിട്ടുണ്ട്. ലാഭമല്ലാതെ ഇതുവരെ യാതൊരു നഷ്ടവും ആ കളിയിൽ നിന്നും സംഭവിച്ചിട്ടില്ല. ഇന്ന് ഈ കിലുക്കിക്കുത്ത് കളം കാണുമ്പോൾ വലിയ കൗതുകം തന്നെയാണ്. ഉത്സവ സീസണിലെ ഈ കിലുക്കിക്കുത്ത് കളിയും ഇതുപോലുള്ള മറ്റ് ചൂതാട്ട കളികളിൽ നിന്നുമുള്ള പൈസ കൊണ്ട് ഒരു ടെമ്പോവാൻ വാങ്ങിയ ഒരു സുഹൃത്ത് നാട്ടിലുണ്ടായിരുന്നു. ഉത്സവത്തിന് കൊടിയേറിയാൽ പുള്ളിക്കാരനെ നാട്ടിൽ കാണില്ല. ഉത്സവപ്പറമ്പിലൂടെ ഇങ്ങനെ നടക്കും. ഉത്സവ സീസണിൽ നിന്നും ലക്ഷങ്ങളാണ് സമ്പാദിച്ചിരുന്നത്. ഈ കിലുക്കിക്കുത്ത് കളി കാണാൻ തന്നെ ആളുകൾ കൂടും. നിയമാനുസൃതമല്ലെങ്കിൽ പോലും ഇത്തരം കളികളും ഉത്സവത്തിൻ്റെ ഹരം തന്നെയാണ്. ഇത്തരം കളികൾ പലർക്കും ജീവിത മാർഗം തന്നെയാണെന്ന ഒരു യാഥാർത്ഥ്യവുമുണ്ട്. പലർക്കും ഉത്സവത്തിൻ്റെ ആത്മാവ് ഇത്തരം കളികൾ തന്നെയാണ്. പണം കായ്ക്കുന്ന മരങ്ങൾ എന്ന് പറയുന്ന പോലെ പണം വാരുന്ന ഈ കളങ്ങൾ ഒരിക്കലും നിയമാനുസൃതമല്ലെന്ന് വീണ്ടും ഓർക്കുക. ഒരു നേരം പോക്കിന് ഒരു ഫണ്ണിയായി ഇതൊക്കെ കണ്ടുപോകാം എന്നേ ഉള്ളൂ. ഇനി മറ്റൊരു കാഴ്ചയുമായി വരും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.